നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മനോരമ സീ വോട്ടർ സർവേ. ഈ സർവേ പ്രവചിക്കുന്നത് കേരളത്തിൽ UDF തരംഗമെന്ന്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 69 മുതൽ 81 വരെ സീറ്റുകൾ UDF നേടുമെന്നാണ് മനോരമ സർവേ. എന്നാൽ 1 മുതൽ 5 സീറ്റുകൾ വരെ BJPക്ക് പ്രതീക്ഷ വയ്ക്കാമെന്ന് ഈ സർവേ പറയുന്നു. 140 മണ്ഡലങ്ങളിലായി 90,000 സാമ്പിളുകൾ പരിശോധിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയത്. 90,000 സാമ്പിളുകൾ ശരിയെങ്കിൽ ഏറെക്കുറെ കറക്റ്റായിരിക്കും ഈ സർവേ ഫലം. ഏറ്റവും ശ്രദ്ധേയമായ ചില പ്രവചനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം തുടങ്ങി 2 മണ്ഡലങ്ങൾ BJP നേടുമെന്നതാണ് മനോരമ സർവേയുടെ പ്രത്യേകത. നേമത്ത് മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് V മുരളീധരൻ. നേമത്തും കഴക്കൂട്ടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്തിനാണ് വിജയസാധ്യതയെന്ന് മനോരമ പറയുന്നു. ഇടതുമുന്നണിയുടെ കോട്ടയായി 2021 തീർന്ന തിരുവനന്തപുരത്ത് വലിയ അട്ടിമറി നടക്കുമെന്നാണ് ഇപ്പോൾ മനോരമ സർവേ പ്രവചിക്കുന്നത്. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ 8 മുതൽ 10 സീറ്റ് വരെ ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കും. UDFന് 2 മുതൽ 4 സീറ്റുകൾ വരെ, NDAക്ക് 2 സീറ്റ്. ആലപ്പുഴ ജില്ലയിൽ LDF ആധിപത്യമെന്നാണ് മനോരമ സീ വോട്ടർ സർവേ. LDFന് 6 മുതൽ 8 വരെയും UDFന് 1 മുതൽ 3 വരെയും സീറ്റുകൾ ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചേക്കാം. G സുധാകരനെ അടക്കം UDF പാളയത്തിലെത്തിച്ചാണ് ഇക്കുറി UDF ആലപ്പുഴ ജില്ലയിൽ മാറ്റുരയ്ക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് മഹാത്ഭുതം നടക്കുക. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ UDF തരംഗം കണ്ടിരുന്നു. അതിന് സമാനമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് മനോരമ സർവേ. പത്തനംതിട്ട ജില്ലയിൽ സമ്പൂർണ്ണ LDF ആധിപത്യമായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് LDF വിജയിച്ചു. എന്നാൽ ഇക്കുറി UDFന് 3 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് മനോരമ സീ വോട്ടർ സർവേ. ഇടതുമുന്നണിക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ ഭാഗ്യമുണ്ടെങ്കിൽ ലഭിക്കും. ചുരുക്കത്തിൽ റാന്നി സീറ്റിലടക്കം കടുത്ത മത്സരമാണ് ഇപ്പോൾ LDF നേരിടുന്നത് എന്ന് വ്യക്തം. 2021 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഇടതു തരംഗമായിരുന്നു. എന്നാൽ UDFനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇത്തവണയും LDF കാഴ്ചവെക്കും. ജില്ലയിൽ ഇടതുമുന്നണിക്ക് 5 മുതൽ 7 സീറ്റ് വരെയും UDFന് 4 മുതൽ 6 സീറ്റ് വരെയും ലഭിച്ചേക്കാമെന്നാണ് ഇപ്പോൾ മനോരമ സീ വോട്ടർ സർവേ പറയുന്നത്. NDAക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നും കൊല്ലം ജില്ലയിലില്ല. പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഈ സർവേയിലുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. K മുരളീധരൻ മത്സരിക്കുന്ന വട്ടിയൂർക്കാവിൽ പക്ഷെ വിജയസാധ്യത VK പ്രശാന്തിനാണ് എന്ന് സർവേ ഫലം. 2019 ഉപതെരഞ്ഞെടുപ്പിൽ 14,465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് VK പ്രശാന്ത് വിജയിച്ചത്. 2021 വിജയ മാർജിൻ 21,515. 2021 BJPയിലെ ശോഭാ സുരേന്ദ്രനെ 23,497 വോട്ടുകൾക്കാണ് കടകപ്പള്ളി സുരേന്ദ്രൻ തോൽപ്പിച്ചത്. അതേ കഴക്കൂട്ടം മണ്ഡലം ഇക്കുറി NDA തിരിച്ചു പിടിക്കുമെന്നാണ് സർവേ പറയുന്നത്. കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു നിയോജക മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ബാലഗോപാലിൻ്റെ വിജയം സുനിശ്ചിതമെന്ന് മനോരമ സർവേ പറയുന്നു. ജയസാധ്യത തന്നെയാണ് ബാലഗോപാലിന് പ്രവചിച്ചിരിക്കുന്നത്. ഐഷ പോറ്റിയെ LDFിൽ നിന്ന് UDFിലേക്ക് തിരികെ കയറ്റിയെങ്കിലും കാര്യമായ വിജയപ്രതീക്ഷയില്ല എന്നർത്ഥം. CPM വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നായിരുന്നു UDF പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൊല്ലം സീറ്റിൽ 2 വട്ടമാണ് മുകേഷ് വിജയിച്ചത്. എന്നാൽ അതിന് പിൻഗാമിയായി S ജയമോഹനെ കളത്തിലിറങ്ങിയത് അബദ്ധമായി എന്നാണ് ഇപ്പോൾ CPMന് ബോധ്യപ്പെടുന്നത്. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഇക്കുറി കൊല്ലം മണ്ഡലത്തിൽ വിജയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 2072 വോട്ടിനാണ് ബിന്ദു കൃഷ്ണയെ മുകേഷ് തോൽപ്പിച്ചത്. ഇപ്പോഴുള്ള UDF തരംഗം ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജും അബിൻ വർക്കിയുമാണ് മാറ്റുരയ്ക്കുന്നത്. ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് മനോരമ സർവേ.
കോൺഗ്രസിന്റെ യുവമുഖം അബിൻ വർക്കി വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അവിടെ UDF പ്രവർത്തകർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വീണ ജോർജ് വിജയിച്ചത്. മനോരമ ന്യൂസ് വോട്ടർ സർവേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത് മലബാറിലെയും മധ്യ കേരളത്തിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ആദ്യ 2 ദിവസം സംപ്രേഷണം ചെയ്തത് 10 ജില്ലകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലമായിരുന്നു. തെക്കൻ കേരളത്തിലെ 4 ജില്ലകളിലെ ഫലമാണ് ഇന്നലെ പുറത്തുവിട്ടത്. വടക്കൻ കേരളത്തിൽ UDFന് 48-ൽ 25 മുതൽ 34 സീറ്റ് വരെ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം. LDFന് 14 മുതൽ 23 സീറ്റ് വരെ. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDFന് 4 മുതൽ 13 സീറ്റ് വരെ കുറവ് വരാം വടക്കൻ കേരളത്തിൽ എന്ന സർവേ ഫലമായിരുന്നു ആദ്യ ദിനം പുറത്തു വന്നത്. തൊട്ടടുത്ത ദിവസം UDF തരംഗം ചൂണ്ടിക്കാട്ടുന്ന സർവേ ഫലം മധ്യ കേരളത്തിലെ പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ 53 സീറ്റുകളിലെ സർവേ ഫലം പ്രഖ്യാപിക്കുമ്പോൾ UDF തരംഗമായിരുന്നു നമ്മൾ കണ്ടത്. 53 സീറ്റുകളിൽ UDFന് 29 മുതൽ 33 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന സർവേ ഫലം. 20 മുതൽ 24 സീറ്റ് വരെ മാത്രമാണ് LDFന് ലഭിച്ചേക്കാവുന്ന സീറ്റുകളുടെ എണ്ണം. ചുരുക്കത്തിൽ മധ്യ കേരളത്തിൽ മാത്രം 12 മുതൽ 16 സീറ്റുകൾ വരെ LDFന് നഷ്ടപ്പെടുമെന്ന് സർവേ പറയുന്നു. UDFനാവട്ടെ 12 മുതൽ 21 സീറ്റുകൾ വരെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ആ സർവേ ഫലം. ചുരുക്കത്തിൽ വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും 101 സീറ്റുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 57 മുതൽ 65 സീറ്റുകൾ വരെ UDFന്, LDFന് 36 മുതൽ 44 സീറ്റുകൾ വരെ. NDAക്ക് ഉറച്ച മണ്ഡലങ്ങളില്ല, പക്ഷേ 2 സീറ്റുകൾക്ക് വരെ സാധ്യത. UDFന് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 20 മുതൽ 28 സീറ്റ് വരെ അധികമായി ലഭിക്കുമെന്നായിരുന്നു സർവേ ഫലം. UDF തരംഗം പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിൽ 14 മുതൽ 16 സീറ്റുകൾ വരെ. എന്നാൽ പാലക്കാട് LDFന് മേൽക്കൈ, തൃശ്ശൂരിലും LDFന് മേൽക്കൈ. എന്നാൽ എറണാകുളം UDF തൂത്തുവാരുമെന്നായിരുന്നു സർവേ ഫലം, 12 മുതൽ 14 സീറ്റുകൾ വരെ. ഇടുക്കി UDFന് അനുകൂലം, 2 മുതൽ 5 സീറ്റ്. കോട്ടയം ജില്ലയിലാണ് ഇക്കുറി UDF തേരോട്ടം, 7 സീറ്റുകൾ മുതൽ 9 സീറ്റുകൾ വരെ. എന്തിനേറെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ശക്തമായ ചില കോട്ടകൾ കൂടി നിലംപൊത്തുമെന്ന സർവേ ഫലമാണ് പുറത്തു വന്നത്. ചങ്ങനാശ്ശേരിയും കടുത്തുരുത്തിയും ഒക്കെ നിലംപൊത്തുമത്രേ. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ UDF തരംഗം നിലനിൽക്കുന്നു. മറുവശത്ത് LDFിൽ കണ്ട വെപ്രാളത്തിന് കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റലിജൻസ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലും ഇപ്പോൾ മനോരമ സർവേ ഫലത്തിൽ പറയുന്ന അതേ വസ്തുതകളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ വലിയ തോതിൽ UDFിലേക്കുള്ള വോട്ട് ചായ്വ്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പാലാ നിയോജക മണ്ഡലം ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. പാലായിൽ മാണി സി കാപ്പനും ഷോൺ ജോർജും ചേർന്ന് മാണി വിരുദ്ധ വോട്ടുകൾ വിഘടിപ്പിക്കുമെന്നും അവിടെ ജോസ് കെ മാണിക്ക് നേരിയ വിജയസാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട്. മധ്യ കേരളം UDFന് അനുകൂലമായി നിലകൊള്ളുന്നുവെന്ന കൃത്യതയോടെയുള്ള റിപ്പോർട്ട്. മന്ത്രി MB രാജേഷ് വീണ്ടും ജനവിധി തേടുന്ന തൃത്താല അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ വീറും വാശിയുമാണിപ്പോൾ പ്രകടമാകുന്നത്. ഒറ്റപ്പാലം പോലുള്ള സീറ്റുകളും ഇപ്പോൾ കടുത്ത മത്സരം നേരിടുന്നു. പാലക്കാട് മണ്ഡലത്തിൽ രമേഷ് പിഷാരടി വിജയിച്ചു കയറുമെന്ന പ്രവചനമാണിപ്പോൾ സർവേ ഫലം. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ഒട്ടും പിന്നിലല്ല. ഇടുക്കി ജില്ലയിലെ UDF തേരോട്ടം പല വമ്പന്മാരുടെയും നെഞ്ചെടുപ്പ് ഉയർത്തുന്നു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ സീറ്റാണ് ഇടുക്കി നിയോജക മണ്ഡലം. അവിടെ മത്സരിക്കുന്ന റോഷി അഗസ്റ്റിൻ ഇക്കുറി വിജയിക്കുമോ എന്ന ചർച്ച കേരളത്തിൽ മുഴുകുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 5573 വോട്ടിനാണ് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിലെ കെ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തിയത്. പിന്നീട് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ UDF തരംഗമായിരുന്നു കണ്ടത്. ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമൊക്കെ UDF പിടിച്ചടക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് റോയി കെ പൗലോസാണ് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ എതിർ സ്ഥാനാർത്ഥി. കേരളത്തിൽ പ്രത്യക്ഷമായി ഇപ്പോൾ ഒരു UDF തരംഗം ദൃശ്യമാണ്. വോട്ടെടുപ്പിലും ഇതേ തരംഗം തുടർന്നാൽ LDFന് തുടർഭരണമുണ്ടാകില്ല എന്ന് വ്യക്തം. UDFനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഒന്നുകിൽ നിലനിൽക്കുക അല്ലെങ്കിൽ മരിക്കുക. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പും വൈര്യവും ഒക്കെ മറന്ന് പ്രവർത്തകർ ഒറ്റക്കെട്ടായി UDFിനു വേണ്ടി പ്രവർത്തിക്കുന്നു. മനോരമ വോട്ടർ സർവേ ഏറെക്കുറെ യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്നതാണ് പൊതുവികാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.